ബാസ വേഴ്സസ് ഒസസോണ മാച്ചാണ് നടന്നിട്ടുള്ളത്. ആ ഒരു മത്സരത്തിൽ ബാസ 3-0 വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ബാസക്ക് വേണ്ടിയിട്ട് 3 ഗോൾ നേടി തന്നിരിക്കുന്നത് ഫെറാൻ, ഡാനി ഓൾമോ, ലെവൻഡോസ്കിയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലെവൻഡോസ്കിയുടെ ഗോളായിരുന്നു. ഗ്യാവിൽ നിന്നും ഫെർമിനിലേക്ക് ഒരു പാസ് ആയിരുന്നു. അത് കഴിഞ്ഞാണ് ഫെർമിൻ ഒരു ലോങ് പാസ് ലെവൻഡോസ്കിക്ക് നൽകുന്നു. അദ്ദേഹം അത് ഗോളാക്കി മാറ്റുന്നു. കിഡിലനായിട്ടുള്ള കൗണ്ടർ അറ്റാക്കിംഗ് ഗോളായിരുന്നു അത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഡാനി ഓൾമോ ഇഞ്ചേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെനാൽറ്റി എടുക്കുന്ന ടൈമിലായിരുന്നു പ്ലെയറിന് ഇഞ്ചുറി വന്നത്. അപ്പോൾ റിപ്പോർട്ട്സൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഗ്രോൺ ഏരിയയിലാണ് ആ ഒരു ഇഞ്ചുറി ഇഷ്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 2 ആഴ്ചത്തോളം പ്ലെയർ പുറത്ത് നിൽക്കേണ്ടി വരും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയറിന് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇഞ്ചുറി ഇഷ്യൂസ് വരുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു 2025 തന്നെ പ്ലെയറിനിപ്പോൾ 2 ഇഞ്ചുറീസ് വന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയെങ്കിലും റെക്ടിഫൈ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇനി അങ്ങോട്ടുള്ള ജേർണിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചസാണ്, ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾസാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്ലെയേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ഇപ്പോൾ ഡാനി ഓൾമോനെ പോലത്തെ ഒരു പ്ലെയറൊക്കെ യൂസ്വലി പോലത്തെ ബിഗ് മാച്ചിൽ അവൈലബിൾ ആവുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ പ്ലെയറൊക്കെ ഫിറ്റായിട്ട് നിൽക്കട്ടെ. ബാസക്ക് ഈ ഒരു പ്ലെയറിൻ്റെ ആ ഒരു ഇഞ്ചുറി ഇഷ്യൂസ് ഇല്ലാതാക്കാൻ സാധിക്കട്ടെ. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഫ്രാങ്കി ഡിയോങ്ങും ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. അത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഇഞ്ചുറി അല്ല എന്നാണ് ഹാൻസ് ഫ്ലിക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എത്രത്തോളം ശരിയാണെന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. പിന്നെ ഓവറോൾ ടീം പെർഫോമൻസ് നൈസായിരുന്നു. എനിക്ക് പാബ്ലോ ടോറയുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലേയിങ് ടൈം വെച്ചിട്ടാണ് ഈ ഒരു റിസൾട്ട് പ്ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് പ്ലെയറിനെ സമ്മതിച്ചേ പറ്റൂ. കാരണം ചില താരങ്ങൾ പ്ലേയിങ് ടൈം ലഭിക്കാതെ പെർഫോം ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു പെർഫോമൻസിനെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ പാബ്ലോ ടോറയുടെ കേസിൽ പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര വലിയൊരു ഡിപ്പ് കണ്ടില്ല. പ്ലെയർ നല്ല രീതിയിൽ പെർഫോം ചെയ്തത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ജേർണിയിൽ ഹാൻസ് ഫ്ലിക്ക് ഈ ഒരു താരത്തിന് പ്ലേയിങ് ടൈം നൽകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു മത്സരത്തിൽ അൻസു ഫാറ്റി വാമപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്ലെയറിനെ സബ് ചെയ്യാൻ ഹാൻസ് ഫ്ലിക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ആ ഒരു പ്ലെയർ ഡിസേർവ് ചെയ്യുന്ന ചെറിയൊരു പ്ലേയിങ് ടൈം ഉണ്ട്. അതെന്തുകൊണ്ട് നൽകുന്നില്ല ഇപ്പോഴും വ്യക്തമാകുന്നില്ല. ബോർഡിൻ്റെ പ്രഷർ കൊണ്ട് ഹാൻസ് ഫ്ലിക്ക് ചെയ്ത ഡിസിഷൻ ആണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും പ്ലെയറിന് അത്യാവശ്യം നല്ലൊരു പ്ലേയിങ് ടൈം ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? കാരണം പാവു വിക്ടറിനേക്കാൾ ഒരു പടി മുകളിലാണ് അൻസു ഫാറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഹാൻസ് ഫ്ലിക്ക് പ്ലേയിങ് ടൈം നൽകുന്നില്ല. ഇനി കൊടുക്കുമോയെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഈ ഒരു മാച്ച് ബാസ വിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒസസൂണ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരുടെ റീസൺ ആയിട്ട് പറയുന്നത് ഈ ഒരു നാഷണൽ ടീം വിളിച്ചിട്ട് പോലും ഇഞ്ചുറി ഇഷ്യൂസ് കാരണം പോവാതിരുന്ന ഇനീഗോ മാർട്ടിനസ് എങ്ങനെയാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് ടൈമിൽ ഈ ഒരു ബാസ മാച്ചിൽ പങ്കെടുക്കുക എന്നായിരുന്നു അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് നടക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഇനി നടക്കുകയാണെങ്കിൽ ബാസ പെനാൽറ്റി ആയിട്ട് ഒന്നിക്ക് ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ബാസ ഈ ഒരു മാച്ച് ഫോർഫീറ്റ് ചെയ്തിട്ട് ആ ഒരു മാച്ചിൻ്റെ 3 പോയിന്റ്സ് ഉണ്ടല്ലോ അത് ഒസസൂണക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് പോകും. എന്തായാലും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇനീഗോ ഈ ഒരു മാച്ചിൽ അവൈലബിൾ ആയത് കറക്റ്റാണ്. ഇതിൽ തെറ്റൊന്നും പറയാനില്ല. കാരണം ഇൻ്റർനാഷണൽ ബ്രേക്ക് എൻഡ് ആയതിനു ശേഷം, സ്പെയിൻ്റെ ഇൻ്റർനാഷണൽ ബ്രേക്ക് എൻഡ് ആയതിനു ശേഷമാണ് പ്ലെയർ ബാസ മാച്ച് കളിക്കുന്നത്. സോ വലിയ ഇഷ്യൂസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ടേക്ക്. അപ്പോൾ ഈ ഒരു വിജയത്തോടു കൂടി നിലവിലുള്ള ലാലിഗ ടേബിളിൽ ബാസ 1ാം സ്ഥാനക്കാരായിട്ട് നിൽക്കുന്നുണ്ട്. അതും 63 പോയിൻറ്റ്സോട് കൂടി. അതുമാത്രമല്ല ബാസയുടെ ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 51 അപ്പോൾ ഇനി വരാൻ വേണ്ടി പോകുന്ന മാച്ച് എന്ന് പറയുന്നത് ജിറോണയ്ക്കെതിരെയുള്ള മാച്ചാണ്. അതും മാർച്ച് 30 നടക്കാൻ വേണ്ടി പോകുന്നത്. പ്ലേയേഴ്സിന് പ്രോപ്പർ റെസ്റ്റൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ ബാസ എങ്ങനെ പെർഫോം ചെയ്യും എന്നതെല്ലാം കണ്ട് തന്നെ അറിയാം. എന്തായാലും ആ ഒരു കാറ്റലാൻ ഡെർബിയിൽ ബാസ ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.